ഹലോ ഫ്രണ്ട്സ്, ഓട്ടോ ഹെഡ്സ് എന്ന് വന്നിട്ടുള്ളത് 2013 മോഡൽ മെഴ്സിഡീസ് ബെൻസ് E250 CDIയുമായിട്ടാണ്. നിലവിൽ യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഇല്ലാത്തൊരു വെഹിക്കിളാണ്. വളരെ നീറ്റ്ലിയാണ് കസ്റ്റമർ ഈ വെഹിക്കിളിൻ്റെ എക്സ്റ്റീരിയർ പാനൽസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. 2025 ജൂലൈ വരെ നമുക്ക് ഈ വെഹിക്കിളിന് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് കൂടി അവൈലബിൾ ആണ്. നോർത്തേൺ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്ന വണ്ടികൾക്ക് സാധാരണയായിട്ട് കാണാറുള്ളതാണ് നമ്മൾ ഈ എക്സ്റ്റേണൽ ലൈറ്റ്സ്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ബോഡി ട്രിംസൊക്കെ ആഫ്റ്റർ മാർക്കറ്റിലോട്ട് നമ്മുടെ ഈ ഒരു റെപ്ലിക്ക പാർട്സിലോട്ട് കൺവേർട്ട് ചെയ്തതായിട്ട് കാണാറുണ്ട്. ഈ വണ്ടിയുടെ എല്ലാം ലൈറ്റ്സുകളും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ പാനൽസും കംപ്ലീറ്റ്ലി OEM മെഴ്സിഡീസ് ബെൻസിൻ്റെ തന്നെയാണ് വന്നിട്ടുള്ളത്. യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് വെഹിക്കിളിൽ വന്നിട്ടില്ല. കസ്റ്റമർ വളരെ നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തൊരു വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബമ്പർ പാനൽ ഗ്യാപ്പുകളൊക്കെ വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് ഈ വെഹിക്കിളിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. യാതൊരു തരത്തിലുള്ള മേജർ ഡെൻറ്റുകളോ മറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വെഹിക്കിളിലില്ല. വളരെ ക്ലീൻലി മെയിൻറ്റെയിൻ ചെയ്തൊരു വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കസ്റ്റമർക്ക് 100% ക്വാളിറ്റി നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ അഷ്യൂർ ചെയ്യാൻ വേണ്ടി പറ്റും. എക്സ്റ്റീരിയർ കണ്ടീഷൻ നമ്മൾ മെൻഷൻ ചെയ്ത പോലെ തന്നെയാണ് ഈ വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയർ കണ്ടീഷനും വന്നിട്ടുള്ളത്. 100% ഷോറൂം കണ്ടീഷനോട് കൂടി തന്നെയാണ് ഈ കസ്റ്റമർ ഇതിൻ്റെ ഇൻറ്റീരിയർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സാധാരണ ഒരു 2013 മോഡൽ മെഴ്സിഡീസ് ബെൻസിൻ്റെയൊക്കെ സാധാരണ കണ്ടുവരുന്ന വേറെ ടയറുകളോ ഫെയ്ഡോ സീറ്റിൽ വരുന്ന സ്ക്രാച്ചസോ ഒന്നും തന്നെ ഈ വെഹിക്കിളിലില്ല. വളരെ നീറ്റ്ലി 100% ജെന്യൂൻ ആയിട്ടാണ് ഈ വെഹിക്കിൾ വന്നിട്ടുള്ളത്. റിയർ സീറ്റും നമുക്ക് നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു റിയർ സീറ്റാണ് നമുക്ക് വരുന്നത്. യാതൊരു തരത്തിലുള്ള വേറെ ടയറുകളോ സ്ക്രാച്ചോ ഒന്നും തന്നെ സീറ്റിൽ വന്നിട്ടില്ല. സാധാരണ കണ്ടുവരുന്ന ഈ പവർ വിൻഡോ സ്വിച്ചസ്, അതുപോലെ തന്നെ സൺ വൈസർ പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള ഡാമേജുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. വളരെ ക്ലിയർ ആയിട്ടാണ് വെഹിക്കിൾ ഉള്ളത്. വളരെ നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തൊരു ഇൻറ്റീരിയറാണ് നമുക്ക് ഈ മെഴ്സിഡീസ് ബെൻസിന് വന്നിട്ടുള്ളത്. ഈച്ച് ആൻഡ് എവരി സ്വിച്ചസ് ആണെങ്കിലും അതുപോലെ തന്നെ ഓരോ വുഡ് ട്രിംസ് ആണെങ്കിലും യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചുകളോ മറ്റു ഫേഡിങ്ങോ ഒന്നും തന്നെ സംഭവിക്കാതെയാണ് ഈ കസ്റ്റമർ ഈ ഒരു വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഈ മെഴ്സിഡീസ് ബെൻസിൽ കണ്ടുവരാറുള്ള ഇഷ്യൂ ആണ് ഈ സ്വിച്ചസിൽ വരുന്ന സ്ക്രാച്ചസും അതുപോലെ തന്നെ ഫേഡിങ് എല്ലാം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ സ്റ്റെയറിംഗ് വീലിലും വരാറുണ്ട് ഈ സെയിം ആയിട്ടുള്ളൊരു ഇഷ്യൂ. സ്ക്രാച്ചസോ അല്ലെങ്കിൽ ലെതറുമായി ബന്ധപ്പെട്ട് ലെതറിൻ്റെ വേറെ ടയറൊക്കെ വരാറുണ്ട്. ഇത് 100% OEM ഫിറ്റ്മെൻറ്റ് തന്നെയാണ്. കമ്പനി ഇത് എങ്ങനെയാണോ ഇത് കമ്പനിയിൽ നിന്ന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തന്നത് അതേ കണ്ടീഷനിലാണ് ഇപ്പോൾ ഈ സ്റ്റെയറിംഗ് വീൽ ഇരിക്കുന്നത്. ഡ്രൈവർ സൈഡിലുള്ള സ്വിച്ചസ് ആണെങ്കിലും വുഡൻ ട്രിംസ് ആണെങ്കിലും 100% ജെന്യൂൻ കണ്ടീഷനിൽ തന്നെയാണ് ഉള്ളത്. ഇതിൻ്റെ ഈച്ച് ആൻഡ് എവരി ഫംഗ്ഷൻസും വർക്കിംഗ് ആണ്. യാതൊരു തരത്തിലുള്ള മെയിൻ്റനൻസും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ 50,000 കിലോമീറ്റർ മാത്രമാണ് ഈ വെഹിക്കിൾ ഡ്രിവൺ ആയിട്ടുള്ളത്. 2013 ഈ ഒരു മോഡൽ E250ക്ക് വന്നിരുന്നത് അന്ന് സിംഗിൾ സൺറൂഫ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്പെസിഫിക് വെഹിക്കിളിൽ നമുക്ക് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആണ്. നിങ്ങളൊരു E250 വെൽ മെയിൻറ്റൈൻ ആയിട്ടുള്ള വളരെ ലോ കിലോമീറ്റർ ഒരു വെഹിക്കിൾ നോക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. Thank you for watching our video.